അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളോട് അള്ളാഹു പറയുകയാ, ഈ പെണ്ണിനെ പോലെ നിങ്ങളാകണ്. ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണ്. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാ, ഏത് പെണ്ണിനെ കാണിച്ചിട്ടാ പറയുന്നതെന്നറിയോ? ആ പെണ്ണാരെന്നറിയുമോ? ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, പ്രവാചകന്റെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ പെണ്ണിനെ കാണിച്ചിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹ് പറയുകയാ, കണ്ടുപഠിക്കടോ, ഈ പെണ്ണിന്റെ ഈമാൻ കണ്ടുപഠിക്ക് എന്ന് എന്നോടും നിങ്ങളോട് അള്ളാഹു പറഞ്ഞു തരികയാണ്. ആ പെണ്ണാരാണെന്നറിയോ? ആ പെങ്ങള് നിന്നെ പോലെ 10,000-കണക്കിന് വഴുത് കേട്ട പെണ്ണല്ല. ജീവിതത്തിൽ ഒറ്റ വഴുതേ കേട്ടിട്ടുള്ളൂ. ആ മഹദി ജീവിതത്തിൽ ഒറ്റ പ്രഭാഷണമേ കേട്ടിട്ടുള്ളൂ. ആ പ്രഭാഷണം കേട്ട് അള്ളാന്റെ ദീനിലേക്ക് കടന്നു വന്ന മഹദിയാ. അതാ വഴുത് കേട്ടാ നന്നാകണം സഹോദരാ. പെങ്ങളെ ആരാണെന്നറിയോ? ആരുടെ വഴുതാണ് കേട്ടതെന്നറിയുമോ? എവിടെ വെച്ചാണ് പ്രഭാഷണം കേട്ടതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, മൂസാ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ദഅവത്ത് നടത്തണം മൂസാ. അതാ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔനുണ്ടല്ലോ, ആ ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നിട്ട് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഫിറഔനിന്. പടച്ചവനെ ആരാ? മൂസാ നബിക്ക് വല്ലാത്ത പേടിയായി. അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവന് ഹാറൂൻ എന്ന് പറയുന്ന കൂടപ്പറപ്പിന് കൂടെ വേണം തമ്പുരാന്. അങ്ങനെ സഹോദരങ്ങളായ പ്രവാചകന്മാര് മൂസാ നബിയും ഹാറൂൻ നബി അലൈഹിസ്സലാം, രണ്ട് പ്രവാചകന്മാരും കൂടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔന്, ആ ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ആ ഫിറഔനിനോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹ് ആരാണെന്ന് പരിചയപ്പെടുത്തുകയാ. പടച്ചവനെ കയ്യിലിരിക്കുന്ന കമ്പ് താഴെയിട്ടു പാമ്പാക്കി കാണിച്ചു കൊടുത്തു, പ്രകാശിക്കുന്ന വിരൽ കാണിച്ചു കൊടുത്തു. ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് മൂസാ നബി പറയുന്നു, നീ അല്ലാഹുവിന്റെ അടിമയാ, നിനക്കൊരു യജമാനനുണ്ട്, അല്ലാഹുവാ. പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തപ്പോ അതാ ഫിറഔൻ അവിടെ നിന്ന് പുച്ഛിച്ച് തള്ളുകയാണ്, അവനെ കളിയാക്കുകയാണ്, അവൻ അവിടെ നിന്ന് പരിഹസിക്കുകയാണ്. എന്നാ ആ ഫിറഔന് നന്നായില്ല, അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. എന്നാൽ ആ വഅദ് കേട്ടിട്ട് നന്നായ വേറെ ചിലരുണ്ട്, ആ വഅദ് കേട്ടിട്ട് മുസ്ലിമായ വേറെ ചിലരുണ്ട്. ആരാ മുസ്ലിമായതെന്നറിയോ? പടച്ചവനെ മഹദിയായ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ, മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ വഅദ് കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാ. മാസിത്ത ബീബി ഫിറഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ. പടച്ചവനെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു, മാസിത്ത രഹസ്യമായി വെച്ചാ മതി, ഒരാളോടും പറയല്ലേ മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ ഫിറഔൻ എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മഹദിയായ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. തന്റെ ഭർത്താവിനെ മുസ്ലിമാക്കി, തന്റെ മക്കളെ മുസ്ലിമാക്കി, ആ കുടുംബം മുഴുവനും മുസ്ലിമീങ്ങളായി. പടച്ചവനെ ആരും അറിയാതെ കൊട്ടാരത്തിന്റെ അകത്ത് ജീവിക്കുകയാണ്. ഒരു ദിവസമുണ്ടല്ലോ ഫിറഔനിന്റെ പൊന്നുമകളുടെ മുടി ചീകാൻ അവിടെ
അവിടെ നിന്നൊരു പുതിയ ചീപ്പെടുക്കുമ്പോ ചീപ്പങ്ങ് താഴെ വീഴുകയാണ്. മാഷിത്ത പറഞ്ഞു അല്ലാ അല്ലാ എന്ന് പറയുകയാ. പടച്ചവനെ, ഫിർഔന്റെ മകള് ചോദിക്കുന്നു, ആരാ മാസിത്ത? അല്ലാ. നീ അല്ലാ എന്ന് പറഞ്ഞല്ലോ, ആരാണ് അല്ലാ? മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ മകളോട് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതവനാണ്, ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവൻ അവനാണ്, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമയാണ്, നമ്മളൊക്കെ റബ്ബിന്റെ അടിമയാണ്. നമ്മുടെ റബ്ബാണ് അല്ലാഹ്. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ മകളോട് പറഞ്ഞു കൊടുക്കുമ്പോ മകള് ചോദിക്കുന്നു, മാസിത്ത എന്റെ വാപ്പയല്ലേ റബ്ബ്? ഈ ലോകത്തിന്റെ അധിപൻ എന്റെ വാപ്പയല്ലേ? എന്റെ വാപ്പയല്ലാതെ വേറൊരു റബ്ബുണ്ടോ? മാസിത്ത പറയുന്നു, നിന്റെ വാപ്പ അടിമയാ മോള്. നിന്റെ വാപ്പാനെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അങ്ങനെ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ പൊന്നുമകൾക്ക് അല്ലാഹനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. പൊന്നുമോള് ഓടുകയാണ്. രാജസിംഹാസനത്തിലിരിക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ടു അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ നിങ്ങൾ അടിമയാണോ? നിങ്ങളല്ലാതെ വേറൊരു റബ്ബുണ്ടോ? ആരാ പറഞ്ഞത്? ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഫിർഔനിന്റെ മകള് പറയുന്നു, മാസിത്ത പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന്. ആ റബ്ബിന്റെ പേര് അല്ലാഹ് എന്നാണെന്ന് മാസിത്ത പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അടിമയാണെന്നാ മാസിത്ത പറയുന്നത്. പടച്ച റബ്ബ് തന്റെ പൊന്നാര മകള് ചോദിക്കുമ്പോ വല്ലാത്ത നാണക്കേടായി. ഫിർഔൻ എന്ത് ചെയ്തെന്നറിയുമോ? മാസിത്തായെ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ പറയുകയാണ്. കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത്ത. പടച്ചവനെ, ഫിർഔൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൈകാല് വിറയ്ക്കുമടോ. അവന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും എല്ലാവർക്കും പേടിയാണ്. അവൻ അത്രയും വലിയ ക്രൂരനാണ്. ആ ഫിർഔനിന്റെ മുമ്പിലേക്ക് മുസ്ലിമായ മാസിത്ത എന്ന് പറയുന്ന വേലക്കാരിയായ തന്റെ ജോലിക്കാരിയായ പെണ്ണിനെ കൊണ്ടുവരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, മാസിത്ത പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം മാസിത്ത, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ആ ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, കൊന്നാലും ഞാൻ മതം മാറൂല. കാരണം ധൈര്യമായടോ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും അവർക്ക് പേടിയില്ലാതെയായി. അവർ അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി. മാഷിത്ത പറയുകയാണ്, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. ഫിർഔനിന് വാസിയായി. എല്ലാവരും പറയുന്നു, ഇവൾക്ക് ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. ഇനി ഒരാളും ഇതുപോലെ മതം മാറരുത്. എന്ത് ചെയ്തെന്നറിയുമോ? ഒരു വലിയ പാത്രത്തിനകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. ആ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മാസിത്താനെ നിർത്തുകയാണ്. മാസിത്ത, മാറ്റമുണ്ടോ മാസിത്ത? നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞാൻ മതം മാറൂല. പടച്ചവനെ, എന്ത് ചെയ്തെന്നറിയുമോ? മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിനെ കൊണ്ടുവരികയാണ്. ഈ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് തലകീഴായി കെട്ടി നിർത്തുകയാ. എന്നിട്ട് ചോദിച്ചു, ഇനി പറ മാസിത്ത, മാറ്റമുണ്ടോ? സിനിമാ കഥയല്ല പറയുന്നത്, സീരിയലിന്റെ കഥയല്ല പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ച് നോക്കാൻ കഴിയുന്ന ചരിത്രമാണ്. തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ മാസിത്തയുടെ ഭർത്താവിനെ തലകീഴായി നിർത്തിയിട്ടു അവിടെ നിന്ന് ചോദിക്കുന്നു, മാസിത്ത ഇനി പറ, മാറ്റമുണ്ടോ മാസിത്ത? ഇല്ലെങ്കിൽ ഈ തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് നിന്റെ ഭർത്താവിനെ പൊരിക്കാൻ പോവുകയാണ്. അനങ്ങിയില്ലടോ മാസിത്ത. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സലാം പറയുകയാണ്.
കാണുകയാണ്. സ്വർഗത്തിൽ വെച്ച് കാണാ മാഷിത്ത ബീബിയുടെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് കരിക്കുകയാണ്. ലോകത്തോട് വിട പറഞ്ഞു. തന്റെ പൊന്നാര മകളെ കൊണ്ടുവരികയാണ്. മാഷിത്തയുടെ പൊന്നാര മകളെ കൊണ്ടുവരികയാണ്. എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ്. ആ പൊന്നുമോളയും കൊന്നുകളഞ്ഞടോ. മാഷിത്ത അനങ്ങിയില്ല. രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു. ആ പൊന്നുമോളയും എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു. മാഷിത്തയുടെ മുഖം പാടിയില്ല. പടച്ചവനെ, അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? മാഷിത്ത ബീബിയുടെ മുമ്പിലേക്ക് പട്ടാളക്കാര് കടന്നു വരികയാ. കാരണം മാഷിത്ത ബീബിയുടെ പാല് കുടിക്കുന്ന പൊന്നുമോന് നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പാല് കുടിക്കുന്ന ആൺകുട്ടിയാണ്. അതാ ഫിറഔനിന്റെ പട്ടാളം വന്നിട്ട് പറയുന്നു, താമാസിത, ആ ചോര പൈതലിനെ താമാസിത. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്ന് പതറുകയാ. കാരണം പടച്ചവനെ, പാല് കുടിക്കുന്ന ചോര കുഞ്ഞാണ്. അതിനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. തന്റെ പൊന്നുമോനെ മാഷിത്ത ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോ എല്ലാവരും കളിയാക്കുന്നു, തോറ്റുപോയല്ലോ, ഇവള് വെറുതെ 3 പേരെ കൊന്നുകളഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുകയാണ്. എല്ലാവരും ചിരിക്കുകയാണ്. ആ സമയത്ത് ആ പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുകയാണ്. ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്. ഉമ്മ കരയുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിക്കാറില്ലടോ. എന്നാ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പാല് കുടിക്കുന്ന മകനുണ്ടല്ലോ, അതാ കരയുന്ന ഉമ്മാനെ വിളിക്കുന്നു, യാ ഉമ്മാ ലാ തഖഫ് വലാ തഹ്സൻ. ഉമ്മാ കരയല്ലേ ഉമ്മാ, വേദനിക്കല്ലേ ഉമ്മാ. ഉമ്മ എന്തിനാ പേടിക്കുന്നത്? ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? ഷഹീദിന്റെ കൂലിയല്ലേ ഉമ്മ, സ്വർഗത്തിലല്ലേ ഉമ്മ. ആ പാല് കുടിക്കുന്ന പൊന്നുമകൻ എവിടെന്ന് വിളിച്ചു പറയുകയാ. അവസാനം മാഷിത്തയുടെ പൊന്നുമോനെ കൊന്നുകളഞ്ഞടോ. അവസാനം മാഷിത്ത ബീവിയെയും കൊന്നുകളഞ്ഞു. ഒരു കുടുംബത്തെ മുഴുവനും എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കൊന്നിട്ടു. പടച്ചവനെ, കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ പടച്ചവനെ ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ രംഗമിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിറഔന് ചോദിച്ചു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? ഇഷ്ടമായോ ആസിയ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നീ അടിമയാടാ ഫിറഔന്, നീ അടിമയാണ് ഫിറഔൻ. നിന്നെ പടച്ച ഒരു റബ്ബുണ്ട്, അല്ലാഹ്. ആ അല്ലാഹുവിനെ കുറിച്ചാണ് മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞു തന്നത്. ഞാൻ അവരുടെ കൂടെയാണ്, ഞാനും അവരുടെ കൂടെയാണ്. റബ്ബി മൂസാ വ ഹാറൂൻ. ആ മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാ. പടച്ചവനെ, മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിരിക്കുകയാണ്. റബ്ബേ, കൂടെ കടന്നവള് പോലും കൂടെയില്ലാതെയായി. കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിട്ട് നോക്കി, മാഷിത്ത പതറിയില്ല. പീഡനങ്ങൾ നടത്തി നോക്കി, മതാ ആസിയ ബീബി അനങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? മണലാരുണ്യത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. എന്റെ പെങ്ങള് ആസിയ ബീബിയെ ഫിറഔന് വിവാഹം കഴിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ആസിയാന് വല്ലാത്ത ഗ്ലാമറാ പെങ്ങള്, വല്ലാത്ത സൗന്ദര്യമാ പെണ്ണ്. ഒരിക്കൽ കുളിക്കാൻ പോകുന്നത് ഫിറഔന് കണ്ടു. ആ സൗന്ദര്യം കണ്ടിട്ടാ ആസിയാനെ ഫിറഔന് വിവാഹം കഴിച്ചത്. ആ സുന്ദരിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ
മരുഭൂമിയിൽ കിടന്ന് പട്ടിണി കിടന്ന് വെയില് കൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചു എല്ലും തോലുമായി കണ്ണുകുഴിഞ്ഞു. പടച്ചവനെ ശരീരം മുഴുവനും കറുത്ത് കരിവാളിച്ചു. അവസാനം പടച്ചവനെ ഫിറഔനിന്റെ പട്ടാളം ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുന്തം കുത്തിയിറക്കുമ്പോ ആസിയാ ബീവി അല്ലാഹുവോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? റബ്ബിബ്നിലീ ഇൻദക ബൈതം ഫിൽ ജന്നാ, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തിൽ ജീവിക്കുന്ന ഫിറഔനിന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ. എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു കൊട്ടാരമാ, എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു വീടാ അല്ലാഹ്. എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ തമ്പുരാന്. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനോട് മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. പെങ്ങളെ, ഈ പെണ്ണിനെ കാണിച്ചിട്ടാ അല്ലാഹ് പറയുന്നത്, നിങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടു പഠിക്കണേ. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ജീവിതത്തിൽ ഒറ്റ വാഴ കേട്ട മഹദിയാണ് ആസിയ. അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയപ്പോ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് ചങ്കുറപ്പോട്, നീ അള്ളാഹുവിന്റെ അടിമയാടാ, നീ അല്ലാതെ ഒരു റബ്ബുണ്ടടാ, നീ കൊന്നാലും എനിക്ക് കുഴപ്പമില്ലടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയോ? അതാ അല്ലാഹ് പറഞ്ഞത്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അള്ളാഹു അവന്റെ ഹൃദയത്തിനകത്ത് അവന്റെ പേടി അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയെ മനസ്സിലാക്കിയ നമ്മുടെ ഭയം മാറും. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാനെ ഒന്നും പേടിയില്ല. നമുക്കാരെയാ പേടി? നമ്മളെ പോലെ നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് പേടി, ഭരണാധികാരികളെ നമുക്ക് പേടി. നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം അള്ളയോ മരണവോ ഖബറോ മഷറയോ സിറാത്തോ സ്വർഗവോ നരകമോ ഒന്നും അല്ലടോ. നമ്മുടെ വിഷയം ഇപ്പൊ കേന്ദ്ര സർക്കാർ, പടച്ചവൻ ഏക സിവിൽ കോഡ്, പൗരത്വ ബില്ല് വരുന്നു, പടച്ചവന് NRC നടക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാ ഉസ്താദെ, എല്ലാം അവരുടെ കയ്യില. അള്ളാഹ് നമ്മളൊക്കെ എങ്ങോട്ട് പോകും പടച്ചവനെ? വല്ലാത്ത സങ്കടത്തില. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. നമ്മുടെ പ്രശ്നം പടച്ചവന് നമ്മൾക്ക് ദുനിയാവ്. നമ്മൾ ചോദിക്കണം, ഉസ്താദെ നമ്മളെല്ലാം കൂടെ ഈ നാട്ടുകാരെല്ലാം നാട്ടി ഓടിച്ച നമ്മൾ എവിടെ പോകും? എടാ, പോകേണ്ടടുത്ത് പോകണം, അല്ലവൻ എന്ത് ചെയ്യാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭയം, നമ്മുടെ പേടി, നമുക്ക് അവരെയാ പേടി. പടച്ചോനെ എല്ലാ ഉസ്താദ് എല്ലാവോ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബേജാറ് കാണണം. പാപ്പ മരിച്ചപ്പോ പോലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ദുആയ നമുക്ക് പടച്ചവൻ അധികാരം അവർക്ക് കൊടുക്കല്ലേ, അല്ലാഹ് കൊടുക്കല്ലേ, അല്ലാഹ് ഭയം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു പേടിയാ ചങ്ങാതി. ഈ പേടി അള്ളാനുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരുവോ? ഇവന്മാരോട് കാണിക്കുന്ന ഈ ഭയം പടച്ച റബ്ബിനോടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുവോ? എന്ത് ചിന്തിക്കാത്ത നമുക്ക് പേടിയാടോ? പോകണമെന്ന് പറഞ്ഞാ പോകണം. നീ പിന്നെ എന്താ വിചാരിച്ചേ? എടാ, ഏക സിവിൽ കോഡ്, ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കുവടോ. ഞാൻ കേന്ദ്ര അടുത്തിന്റെ ആളൊന്നുമല്ല. ഞാൻ പറയുന്നത് ഈ നിയമങ്ങളൊക്കെ ഇവിടെ നടക്കും, ഇതൊക്കെ പാസ്സാക്കും. കാരണം എന്തേ? പാസ്സാക്കിയാലല്ലേ പറ്റൂ. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ എന്തേ വിചാരിച്ചേ വയനാട് ചുരം കയറുന്നത് പോലെ സ്വർഗത്തിൽ അങ്ങ് കയറിപ്പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? നീ എന്താ വിചാരിച്ചു ഊട്ടിയാണെന്ന്? മൂന്നാറി കയറി പോകുന്നത് പോലെ വണ്ടിയെടുത്ത് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ സ്വർഗമെന്ന് നീ കരുതിയോ? ഒരിക്കലും ഇല്ല ചങ്ങാതി. അള്ളാഹ് പറയുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. കഷ്ടപ്പാട് ദുരിതക്കണ്ടി അങ്ങായി. നിനക്ക് പേടി, നിന്റെ മുൻഗാമികൾ മുസ്ലിമായവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് വിറക് കീറുന്ന, വിറക് മുറിക്കുന്ന വാള് കൊണ്ടുവന്ന്, ഈർച്ച വാള് കൊണ്ടുവന്ന് തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും, മതം മാറി പഴയ മതത്തിലേക്ക് വരുന്നുണ്ടോ? അവരില്ല എന്ന് പറഞ്ഞാൽ വിറക് കീറുന്നത് പോലെ രണ്ടായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമുക്കങ്ങനെ അവസ്ഥ വന്നില്ലല്ലോ. നമ്മളോട് ചാടണം ഓടണം എന്ന് പറഞ്ഞപ്പോഴേ വീട് പോകും, പറമ്പ് പോകും. ഇതാ നമ്മുടെ ബേജാറ്. എന്റെ പൊന്നാര ചങ്ങാതി, പോകണമെന്ന് പറഞ്ഞാ പോകണം. അതാ അള്ളാഹുവിന്റെ നിയമം അങ്ങനെ. കാരണം നീ ഇവിടത്തെ യാത്രക്കാരനാ.
നീ ഇവിടത്തെ യാത്രക്കാരനാ. ഈ ഭയവും പേടിപ്പിക്കലും പ്രയാസം ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ ഇതൊക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞതല്ല. അള്ളാഹു അളക്കും. ഇപ്പൊ നമ്മുടെ ഈമാൻ അളന്നുകൊണ്ടിരിക്കുകയാ. നമ്മുടെ ഓരോരുത്തരും വിശ്വാസം അളക്കുന്ന പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അല്ലാഹു പറയുകയാ, ഒരു മുസ്ലിമായ മനുഷ്യനെ, ഒരു ഈമാനുള്ള മനുഷ്യനെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞു, നിന്റെ ഈമാനിനെ ഞാൻ അളക്കുന്ന ഒന്ന് ഭയം തരുവടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലു എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ വരും. ഇന്ന് ലോകത്ത് അതാ നടന്നുകൊണ്ടിരിക്കുന്നേ. അതിന്റെ തുടക്കമാ. എല്ലാവരും നമ്മുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്, നമ്മളാണെങ്കിൽ പലതട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയത്തിൽ ശത്രുക്കൾ മുഴുവനും കൊടിയും ജാതിയും മതം ഒന്നുമില്ലവർക്ക്. മുസ്ലിമിന്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട്. നമ്മളോ പള്ളിക്കകത്ത് അപ്പുറം ഇപ്പുറം നിൽക്കാൻ വേണേ നോക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലുവാരാൻ പറ്റും നോക്കും. ഒരു പള്ളിയിൽ 2 ജുമാ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിസ്കരിക്കും. അവിടെ അധികാരത്തിന് വേണ്ടി അടി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത്, ഖുർആനാ പറഞ്ഞത്. നിന്നെ പിടിച്ചു നിർത്തിയിട്ട് പറയും, മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും. ഇത് ഖുർആൻ പറഞ്ഞതാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചതാരെയാ? എന്നെയും നിങ്ങളെയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി നിങ്ങളെയാണ്. അള്ളാഹുവെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വീടിനകത്തിരിക്കുമ്പോഴാ വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും മൂരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ നിൽക്കുകയാ. പ്രാന്ത് പിടിച്ചതുപോലെ. ആരുടെ കൈ കിട്ടിയാലും കൊല്ലാനാ പറഞ്ഞേ. ആരുടെ കൈ കിട്ടുന്ന മുഹമ്മദിനെ കിട്ടുന്നവൻ കൊന്നേക്കണം. അവന് പ്രഖ്യാപിച്ചിരിക്കുക പ്രതിഫലം. നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ട് വാളും പിടിച്ചിട്ട് നിൽക്കുക. എടാ പൊന്നാര ചങ്ങാതി, മുസ്ലിം ആരാ? നീ ആരാ? നീ എന്താ നിന്റെ വലിപ്പം അറിയാത്ത? മുസ്ലിമിന്റെ വലിപ്പം പഠിക്കണം. ഒരു മുസ്ലിമിന് ആരാന്ന് പഠിക്കുന്നീ? നിനക്ക് എന്തിനാ നീ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ചാടുന്ന എന്തിനാ? എടാ ന്യൂനപക്ഷം, നമ്മള് ന്യൂനപക്ഷമാടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത്. അവിടെയാ നമുക്ക് പിഴയ്ക്കുന്നത്. ശത്രുവിന്റെ വലിപ്പം. എടാ ബദർ, ഉഹദ്, ഹന്തക്ക്, ഖൈബർ, നീ ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഭൂരിപക്ഷമാണോ ജയിച്ചത്? ന്യൂനപക്ഷമാണോ ജയിച്ചത്? ന്യൂനപക്ഷപ്പെടോ? ഇവിടെ ന്യൂനപക്ഷമാ ജയിച്ചത്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. വാളുമില്ല, പരിചയില്ല, കുന്തോ ഇല്ല, ഒന്നുമില്ല. എവിടെ പോവാ? ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കളുടെ നടുവിലേക്ക് വെറും കയ്യോടെ പോണ ചങ്ങാതി. നബിതങ്ങളുടെ മുമ്പിൽ വന്ന സങ്കടം പറഞ്ഞപ്പോ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ. ചിലപ്പം ദഹിക്കത്തില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചിലർക്ക് ദഹിക്കത്തില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കോളാൻ യുദ്ധത്തിന്. ഈ സഹാബി പറയാ, ഞാൻ വീശുമ്പോ തല അറ്റുപോകുന്നുണ്ടെന്ന്. ആ മടല് മതിയായിരുന്നു കാക്ക. ഒരു മുസ്ലിമിന് മടല് മതിയടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീ വലിപ്പം എന്തിനാ നോക്കണേ? ഞാൻ അതാ ചോദിക്കണേ. നീ ഇന്നും മഗ്രിബ് നിസ്കരിക്കുമ്പോ ഓതുന്ന ഒരു സൂറത്തുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും അറിയണ സൂറത്തല്ലേ? എല്ലാ ദിവസവും മഗ്രിബിന് കേൾക്കണ സൂറത്തല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അതിന്റെ അർത്ഥം ഒന്ന് വായിക്കും മുസ്ലിമേ. അതിന്റെ അർത്ഥം വായിച്ചാൽ നിന്റെ പേടി മാറി. ആ ഒരൊറ്റ സൂറത്തിന്റെ അർത്ഥം പഠിച്ചു നോക്കിയാൽ മതി. എന്താ അല്ലാഹ് പറയുന്നത് അറിയോ? അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ടാ വന്നേ. മക്കത്തുള്ള കഅബാലയം പൊളിക്കാൻ മക്കക്കാരുടെ കയ്യിൽ ആനയില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ജീവിയായ ആനയും കൊണ്ട് ആ കഅബാലയം പൊളിക്കാൻ വന്നേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അള്ളാഹു പറയുകയാ, അബാബീൽ എന്ന് പറയുന്ന കുരുവിയോളം വലുപ്പമുള്ള ആ ചെറിയ കിളിയുണ്ടല്ലോ, ആ കിളിയെ കൊണ്ട് അള്ളാഹുവിനെ തകർത്ത് കളഞ്ഞു. എടോ, നിന്റെ വീട്ടിൽ വളർത്തുന്ന പശുവ് പുല്ല് തിന്നു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്തു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഏത് സാഹചര്യവും അള്ളാഹു ഒരുക്കി തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാട് വിടാൻ പോകുന്നുണ്ട്, കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം. ശത്രുക്കൾ മുഴുവനും ഓടിക്കൂടി നബി തങ്ങളുടെ വീട് വളഞ്ഞു വെച്ചിരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയെ, ഞാൻ കടന്ന വിരിപ്പി നീ കിടക്കോ? ആ ചങ്ങാതിക്ക് എന്ത് പേടിയടോ? അലിയാര് നിങ്ങൾ ഞാൻ കിടക്കാൻ നബിയെ? ചിന്തിക്കവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാ
തയ്യാറാകുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. യാസീൻ ഓതുവോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. അപ്പോൾ ഓതന ആയത്താ. നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിലൊന്ന് ഊതണം. വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും വലിച്ചിട്ട് എറിഞ്ഞിട്ട് പൊക്കോളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ ഇറങ്ങി ആ ആയത്തോതി ഒരു പിടി മണ്ണുവാരി 4 ഭാഗത്തേക്ക് വാരി എറിഞ്ഞിട്ട് വാളും കൊണ്ട് കാത്തിരുന്നവന്റെ നെഞ്ചിലൂടെ നടന്നു പോയടോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. എടാ, ഒരു മുസ്ലിമിന് ആറ്റം ബോംബൊന്നും വേണ്ട. ജിബ്രീൽ AK-47 ഒന്നുമല്ല കൊണ്ടുവന്ന് കൊടുത്തത്. ഒരു മുസ്ലിമിന് കാൽ ചുവട്ടി കിടക്കണം ഒരു പിടി മണ്ണ് മതിയടോ. അതാ മുസ്ലിം. പക്ഷെ മുസ്ലിം ആയിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം. ഈമാനുള്ളവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിനും മഹത്വമുണ്ടോ. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി ഒളിച്ചോടിയതൊന്നുമല്ലല്ലോ, കണ്ണിന്റെ മുമ്പിൽ കൂടെ അല്ലേ പോയത്. നബി തങ്ങൾ ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ രണ്ടുപേരും കൂടെ യാത്രയായി ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരിക്കാൻ നബി തങ്ങൾ നെഞ്ചം പിരിച്ചു പോകലല്ല. നബി തങ്ങൾ അവിടെ ഒളിച്ചിരുന്നു. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിലാണ് നബി തങ്ങൾ കിടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. പേടിച്ച് വിറച്ചിരിക്കണ അബൂബക്കറിനോട് ചോദിച്ചു, എന്ത് പറ്റി അങ്ങാതി? നബിയെ, ശത്രു ഗുഹയുടെ മുകളിലെത്തി നബിയെ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്ന നബിയെ. അവനെങ്ങാണ് ഒന്ന് താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊല്ലും. നബിതങ്ങൾ ഇരുന്ന് ചിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കണേ? എന്തേ നബിയെ ചിരിക്കണേ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞുകൊടുത്ത മറുപടി, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ചങ്ങായി, ഞാനും നീയും മാത്രമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. എന്നെയും നിന്നെയും പടച്ച അല്ലാഹ് ഉണ്ട് അബൂബക്കറെ. ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ ചങ്ങാതി, പിന്നെന്തിനാ പേടിക്കണേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ നബിതങ്ങൾ പറഞ്ഞു തന്നൊരു പാഠമാ. നീ എന്തിനാ ഭയക്കണേ? അല്ലാഹ് ഇല്ലേ നിന്റെ കൂടെ? പടച്ച റബ്ബില്ലേ? എടോ, മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലിലെ തന്റെ അനുയായികളും കൂടെ 10-35,000 പേരെ ആകള്ളേ. ഇവരെല്ലാവരും കൂടെ ജീവനും കൊണ്ട് രാത്രി രക്ഷപ്പെട്ടതാ. നേരെ ചെല്ലുമ്പോ ചെങ്കടല് മുമ്പിൽ. തിരിഞ്ഞു നോക്കുമ്പോഴോ 3 ലക്ഷത്തോളം വരുന്ന സൈന്യം പുറകില്. ശൈത്താനും കടലിനെ നടക്കണവരാണോ അല്ലെ? മുമ്പില് ചെങ്കടല്, ബാക്കില് 3 ലക്ഷത്തോളം വരുന്ന ഫിർഔനിന്റെ അനുയായികള്. എന്ത് ചെയ്തു മൂസാ നബി? അള്ളാഹു ആ കടല് തുറന്നു കൊടുത്തില്ലേടോ. ഇതാ അള്ളാഹ്, ഇതാണ് അള്ളാഹ്. ഏത് സമയത്തും നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നെന്ന്. നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നെന്ന്. ഈ ഇലക്ഷനോട് കൂടി മൊത്തം തീർന്നല്ലേ വിചാരിച്ചേ? എന്നാ പറ്റി? മൊത്തം ഈസിയായി നടത്താമെന്ന് തീരുമാനിച്ചവർക്ക് അള്ളാഹ് തന്നെ ചില പാഠങ്ങൾ കൊടുത്തില്ലേ? എന്തിന്? നമുക്ക് പഠിക്കാൻ. നമുക്ക് പഠിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ. അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെ സഹായിക്കാൻ ഇനി ആർക്കേ കഴിയൂ? നമ്മളെ രക്ഷപ്പെടുത്താൻ തലകുത്തി കടന്നാലും ആർക്കേ കഴിയൂ? അത് പറയാൻ എന്തൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഉറക്കപ്പറ ആർക്കേ കഴിയൂ? അള്ളാന് മാത്രമേ കഴിയൂ. പക്ഷെ അള്ളാഹ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോ? ആ അള്ളാനെ ആദ്യം നമ്മൾ വെറുപ്പിച്ചു വെച്ചിരിക്കണേ. നമ്മളാകെ സഹായിക്കാനുള്ളത് അള്ളയാ. ആ അള്ളാനെ എത്രത്തോളം നമുക്ക് വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെറുപ്പിച്ചു വെച്ചിരിക്കാം. ആ അള്ള പോലും കൈവിടുന്ന അവസ്ഥയിലായി ഉമ്മത്തുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്ക്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്ക്. ഒരു വാപ്പ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളയാരാണെന്നാ. ഒരു വാപ്പ തന്റെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളയാരാ, പിന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട നബിതങ്ങളാരാ. ഇത് വാപ്പയുടെ ബാധ്യത. ഏത് വാപ്പയാ പഠിപ്പിച്ചു കൊടുക്കുന്നേ? ഇന്നത്തെ കുട്ടികൾക്ക് അള്ളയാരാണെന്നറിയില്ല. അള്ളാഹിനെ കുറിച്ച് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലടോ. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചെറുപ്പം മുതലേ തന്റെ മക്കൾക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാ പടച്ചവനെ ഇന്ന് വല്ലാതെ 25% ആത്മഹത്യ വർദ്ധിച്ചിരിക്കുകയാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ചാകുകയാണ്. മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, ഒന്ന് വഴക്കു പറഞ്ഞാൽ എല്ലാവരും ജീവിതം അവസാനിപ്പിക്കുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട യുവതവേ,
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാത്തവർ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാത്ത 3 വിഭാഗത്തിന് നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒരു കാലത്തും അവര് സ്വർഗ്ഗത്തിൽ കടക്കൂല. അവർക്ക് സ്വർഗം ഹറാമാണ്. അവർക്ക് സ്വർഗം ഹറാമാണ്. ആർക്കാണ് സ്വർഗം ഹറാമെന്നറിയോ? അല്ലാഹു കൊടുത്ത ജീവിതം സ്വന്തമായിട്ട് അവസാനിപ്പിക്കുന്നവരുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഒരു കാലത്തിൽ സ്വർഗത്തിൽ കടക്കൂല. അവർക്ക് സ്വർഗം ഹറാമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവർക്ക് സ്വർഗം ഹറാമാ. ഒരിക്കൽ ഒരു സ്വഹാബി വാളുപോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്തു. വാള് പോലെയുള്ള ഒരു ആയുധം കൊണ്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. മയ്യത്ത് കൊണ്ട് വെച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളുക. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. കാരണം എന്തേ? നിസ്കരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കും ഇവിടത്തെ തീരാൻ വേണ്ടി മരണം കൊണ്ട് തീരല്ല, മരണം കൊണ്ട് തുടങ്ങുക ചെയ്യാ. എന്തുകൊണ്ട്? അല്ല ആരാണെന്നറിയില്ല. എടോ, മഹാനായ യൂസുഫ് നബി അലിഖിസ്സലാമിന്റെ ചരിത്രം നോക്കിക്കേ. യാക്കൂബ് നബി അലിഖിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനാണ് യൂസുഫ് നബിയെ വളർത്തുന്നത്. ഈ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ കൂടപ്പറപ്പുകൾ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. യൂസുഫ് നബി അലിഖിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ചെറിയ കുട്ടിയായ യൂസുഫ് നബി അലിഖിസ്സലാം നബി പോലും ആയിട്ടില്ല. ആ യൂസുഫ് എന്ന് പറയുന്ന പയ്യൻ ആ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് വീഴുന്നു കൊണ്ടിരിക്കുമ്പോ ആ യൂസുഫ് എന്ന് പറയുന്ന കുട്ടി വിളിച്ചു, അള്ളാഹുവിനെ വിളിക്കുന്നു, പടച്ചോനെ, അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ, അള്ളാഹുവേ പടച്ചവനെ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല, നീ എന്നെ കൈവിടല്ലേ പടച്ചവനെ. മഹാനായ യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി ആ പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്ന സമയം ഒരൊറ്റ വിളി, അല്ലാഹുമ്മ ജഅൽനാ. അവിടെ നിന്ന് റബ്ബിനോട് പറയാ, ഇവിടെ നിന്ന് റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലെ പോയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാ, ഞാൻ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അള്ളാഹു എന്നോട് പറയുന്നത്, പൊട്ടക്കിണറ്റിന്റെ അടിയിൽ പോയി വീഴുന്നതിന് മുമ്പ് യൂസുഫിനെ രക്ഷപ്പെടുത്താൻ. ഞാൻ അവിടെ നിന്ന് പൊട്ടക്കിണറ്റിന്റെ താഴെ വരാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്. എടോ, യൂസുഫ് എന്ന് പറയുന്ന ആ കുട്ടി പൊട്ടക്കിണറ്റിന്റെ താഴേക്ക് വീഴുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് നനഞ്ഞ പാറയുടെ മുകളിൽ നിർത്തി, ഇങ്ങനെ നനഞ്ഞ പാറയുടെ മുകളിലേക്ക് ചാരി ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, മോനെ നീ പേടിക്കണ്ട. ഇതാടോ വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ. ഇതാ ബോധം, ഇതാണ് ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലയാരാ? എടാ, ജീവിതത്തിൽ പലതും വരും, പല പരീക്ഷണവും വരും, പല പ്രയാസവും വരും, ചിലപ്പോ രോഗം വരും, ദുഃഖം വരും, മരണം വരും, പ്രതിസന്ധി വരും, തോൽവി വരും, സാമ്പത്തിക നഷ്ടം വരും, മാനസിക നഷ്ടം വരും, ജീവിതത്തിൽ പലതും വരും. നീ പിടിച്ചിക്ക്. നീ എന്തിനാ പതറണം? എന്തിനാ നീ എന്തിനാ പേടിക്കുന്ന? എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പറയണത്? ഉസ്താദെ, അള്ളാഹിക്ക് എന്തോ നമ്മളോട് വൈരാഗ്യം. അതല്ലേ അല്ല എനിക്ക് വീട് തരാത്തെ, എനിക്ക് മക്കളെ തരാത്തെ, എന്റെ രോഗം മാറ്റാത്തെ, ഏത് കച്ചവടം ചെയ്താലും ഞാൻ നേരെയാകാത്തെ, അള്ളാഹിക്ക് എന്തോ വൈരാഗ്യം. ഇല്ല ചങ്ങാതി, അള്ളാഹിക്ക് വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല അല്ല നിനക്ക് ക്യാൻസർ തന്നത്, അള്ളാഹു ട്യൂമർ തന്നത്, നിനക്ക് കിഡ്നി രോഗം തന്നത്, നിന്നെ കിടന്ന കിടപ്പിൽ കിടത്തിയത് അള്ളാഹിക്ക് നിന്നോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല, ഇഷ്ടം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ